ഇന്ത്യ പാക് അതിർത്തിയിൽ എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യം സംജാതമായിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ വലിയ കൂടിയാലോചനകൾ പ്രതിരോധ മന്ത്രി, നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ്, പ്രധാനമന്ത്രി, പാകിസ്ഥാനിലും അതുപോലെ ഡിഫൻസ് മന്ത്രി, പ്രധാനമന്ത്രി ഒക്കെ ആലോചിക്കുന്നുണ്ട്. ഇന്ത്യ എങ്ങനെ ആക്രമണം നടത്തും, അതിനെ എങ്ങനെ പ്രതിരോധിക്കാം. ഇതാണ് പാകിസ്ഥാൻ ഇന്ത്യ തമ്മിൽ ചിന്തിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് 130-ലധികം ആണവ ആയുധങ്ങൾ ഇന്ത്യയെ ലക്ഷ്യമാക്കി തൊടുക്കാൻ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ റെയിൽവേ മന്ത്രിയുടെ ഒരു പേടിപ്പിക്കൽ, എന്തായിരുന്നു ഒരു വെല്ലുവിളി. ഇന്ത്യ പറയുന്നതൊക്കെ നമ്മൾ എത്ര കേട്ടിട്ടുള്ളതാണ്. ഇപ്പം ചൈനയെ കൂട്ടുപിടിച്ചും ചില നീക്കങ്ങൾ അവർ നടത്തുന്നു. അപ്പം ചൈനയും പാകിസ്ഥാനും ഒരു വശത്തും മറ്റ് ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ പക്ഷത്തുമായിട്ട് കൂടി നിൽക്കുന്നു. ചൈനയ്ക്കൊപ്പം ഇപ്പം തുർക്കിയും കൂടുന്നു എന്ന് കേൾക്കുന്നു. എങ്ങനെയാണ് സാറിന് ഇതിനൊന്ന് വിലയിരുത്തുക? ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവനും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിലുള്ള സംഭവവികാസങ്ങളാണ് അതിർത്തികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസമാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അറബിക്കടലിൽ നമ്മളുടെ നാവികസേന പല മിസൈലുകളും പരീക്ഷണാർത്ഥം പ്രയോഗിച്ചു. അത് നാളെ വേണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് പ്രയോഗിക്കപ്പെടാം എന്നതിൻ്റെ സൂചനയായിട്ട് സൈന്യം അങ്ങനെയാണ് അതിനെ കണക്കാക്കുന്നത്. മാത്രമല്ല, നാവികസേനയുടെ മേധാവി നമ്മളുടെ പ്രധാനമന്ത്രിയോടും അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രിയോടും ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഞങ്ങൾ സജ്ജമാണ്, എപ്പോഴാണ് ഞങ്ങൾ പ്രവർത്തിക്കേണ്ടത്, ഞങ്ങൾക്ക് സന്ദേശം തന്നാൽ മതി എന്ന നിലയ്ക്ക് അവർ സംസാരിച്ചു. കരസേനയുടെയും വ്യോമസേനയുടെയും സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. അതിർത്തികളിൽ നല്ല രീതിയിൽ പട്ടാള നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിനനുസരിച്ച് അതിൻ്റെ റെസ്പോൺസ് എന്ന നിലയ്ക്ക് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും അതുണ്ടായേ പറ്റൂ. അങ്ങനെ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും അതുണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഇതിനിടയിലാണ് നമ്മളെ ഭീഷണിപ്പെടുത്താനായിട്ട് നൂറുകണക്കിന് മിസൈൽ ഞങ്ങൾ ഇന്ത്യയുടെ നെഞ്ചത്തേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം വെറുതെ പറയുന്നു. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഉള്ള വാചകങ്ങളൊക്കെ ഈ സമയത്ത് നമുക്ക് കേൾക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു മിസൈലും പ്രയോഗിക്കാനായിട്ട് അവർക്ക് കഴിയില്ല എന്ന് നമുക്കറിയാം. നമ്മളുടെ അടുത്തൊക്കെ ഒരുപാട് മിസൈലുണ്ട്, പ്രയോഗിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു യുദ്ധം സ്വാഭാവികമായിട്ടും തിന്നു തീർക്കാൻ സാധ്യതയുള്ളത് അതാത് രാജ്യങ്ങളിലെ സിവിലിയൻസിനെ ആയിരിക്കും വളരെ കൂടുതൽ. അതാത് രാജ്യങ്ങളിലെ സിവിലിയൻസിനെ തീർക്കുക എന്ന് പറഞ്ഞാൽ അതാത് രാജ്യങ്ങൾ തന്നെ ഇല്ലാതായി പോകും. എല്ലാത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ളൊരു യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അത് സർവനാശത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത്. എന്തായാലും ഇന്ന് ലോകത്ത് അങ്ങനത്തെ സംഭവവികാസങ്ങൾ ഉണ്ടാകുമെന്ന് ആരും കരുതുന്നില്ല. നമ്മളിപ്പോൾ ഉക്രൈൻ്റെയും അതുപോലെ റഷ്യയുടെയും യുദ്ധങ്ങൾ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഒരുപാട് മനുഷ്യർ മരിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറമായിട്ട് ആരും ആണവായുധങ്ങളൊന്നും ഉപയോഗിച്ചതായിട്ട് നമുക്ക് അറിയാൻ പാടില്ല. ലോകത്തെ ഞെട്ടിച്ച രണ്ട് സംഭവങ്ങൾ എന്ന് പറയുന്നത് നാഗസാക്കിയിലെയും ഹിരോഷിമയിലെയും ആണവായുധ പ്രയോഗമാണെന്ന് നമുക്കറിയാം. അതിനുശേഷം ലോകം അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഇത് പാടില്ല എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇവരിങ്ങനെ പറയുന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് ആരും കരുതുന്നില്ല. പക്ഷേ യുദ്ധമുണ്ടാവും എന്നാണ് എല്ലാവരും കണക്കാക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ആ ആക്രമണത്തിൽ പങ്കെടുത്ത ആളുകളെയൊന്നും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ ആസൂത്രിതമായിട്ട് പാകിസ്ഥാൻ നിർവഹിച്ച ഒരു ഓപ്പറേഷനായിട്ട് അതിനെ വിലയിരുത്തേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന് ആ കാട്ടിൽ നിന്നോ മലയിടുക്കളിൽ നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ മര തപ്പിയെടുക്കാനായിട്ട് പറ്റും. പക്ഷേ വളരെ കൃത്യമായ ആസൂത്രണത്തിലൂടെ അവരത് ഇവിടെ നിർവഹിക്കുകയും എന്നിട്ട് പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തിരിക്കുകയാണ് എങ്കിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ ആക്രമിക്കും. ഒരു തർക്കം അക്കാര്യത്തിലില്ല. അങ്ങനെ മാത്രമേ അതിന് ഒരു മറുമരുന്ന്, ഒന്നിനുമില്ല, മറുമരുന്ന് എന്ന നിലക്ക് ഇന്ത്യ യുദ്ധപ്രഖ്യാപനം തന്നെ വേണമെങ്കിൽ നടത്തിയേക്കാം എന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസമൊക്കെ പ്രതിരോധ മന്ത്രിയും അതേപോലെ പ്രധാനമന്ത്രിയും പിന്നെ എല്ലാ സൈന്യ മേധാവികളും ഒരുമിച്ചിരുന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് അവരൊരു ധാരണയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എപ്പോഴാണ് ഇനി ഇത് സംഭവിക്കേണ്ടതെന്നുള്ളത് മാത്രമാണ് എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധം നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ ഇപ്പം പറയുന്നത് ഒരു ആഴ്ചയിൽ 5000-ഓളം പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നു. പലതും നമ്മൾ അറിയുന്നില്ല, അത്രയും ദൂരം. ശരിയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ ആൾനാശം, സിവിലിയൻസ് മരിക്കും, ജവാന്മാർ മരിക്കും, നമ്മുടെ വലിയ തോതിലുള്ള ആയുധങ്ങൾ നശിക്കും. അപ്പോൾ സൈനികപരമായി സാമ്പത്തികപരമായി ഒരു രാജ്യത്തിനെ പിന്നോക്കാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഓരോ യുദ്ധങ്ങളും. അപ്പോൾ ഇവിടെ പാകിസ്ഥാൻ വെറുതെ പ്രകോപനം സൃഷ്ടിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നു. നമ്മൾ പരമാവധി പിന്നോട്ടേക്ക് ഒതുങ്ങുന്നു. 4 തവണ ഇന്ത്യയുടെ അടുത്ത് യുദ്ധം ചെയ്തിട്ടും പാകിസ്ഥാന് വിജയിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഈ ഏറ്റവും ഒടുവിൽ ഈ കാർഗിൽ യുദ്ധ സമയത്ത് 18 തവണയാണ് ഇന്ത്യക്ക് മേൽ ആണവായുധം ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ
പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. ഈ സമ്മർദ്ദ തന്ത്രം എന്ന് പറയുന്നത് ഇന്ത്യ അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യാതിരിക്കാനായിരിക്കും. പരമാവധി യുദ്ധത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ ആളുകളെ കൊലപ്പെടുത്തിയതിന് പകരം വീട്ടണമെന്ന് ഓരോ ഭാരതീയനും ആഗ്രഹിക്കില്ലേ? അതായത് ഒരു സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ സർക്കാരിൻ്റെ പൗരന്മാരെ സംരക്ഷിക്കാൻ കഴിയും. സംരക്ഷിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ അതിന് പകരം ചോദിക്കാനായിട്ട് കഴിയും. ഈ രണ്ട് കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടില്ലെങ്കിൽ സർക്കാർ ചോദ്യചിഹ്നത്തിലായിത്തീരും, അല്ലെങ്കിൽ സർക്കാരിനെ ആളുകൾ വിചാരണ ചെയ്യും. അത് നല്ലൊരു കാര്യമല്ല. അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ മാറി നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അല്ലെങ്കിലും വളരെ അഗ്രസീവായ ഒരു ഭരണകൂടമാണ് മോദിയുടെ ഭരണകൂടം എന്ന് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു അഗ്രസീവ് ക്യാരക്ടർ തന്നെയായിരിക്കും മോദി പിന്തുടരുക. പക്ഷേ അതിന് ഒരുപാട് ആലോചനകൾ, ഒരുപാട് നടപടിക്രമങ്ങൾ അതെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഒരുപാട് അന്വേഷണം നടത്തി കുറ്റവാളികൾ ആരാണ്, അല്ലെങ്കിൽ അവരുടെ പിന്നെ പ്രവർത്തിച്ചവരാരാണ് എന്നുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. അത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷം അതിന് മറുപടി ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ യുദ്ധം എന്ന് പറയുന്നതിൻ്റെ റിസൾട്ട് എന്താണ്? യുദ്ധത്തിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നാശമാണ്. യുദ്ധത്തിലേർപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് നിരവധി വർഷങ്ങൾ പിന്നിലേക്ക് പോകും. നിരവധി വർഷങ്ങളിലേക്ക് പിന്നിലേക്ക് പോകുന്നത് സാമ്പത്തികമായ തകർച്ച കൊണ്ട് മാത്രമല്ല. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള പുരോഗതി, നമ്മുടെ ജീവിതക്രമങ്ങൾ എല്ലാം യഥാർത്ഥത്തിൽ അട്ടിമറിക്കപ്പെടുകയായിരിക്കും യുദ്ധം വന്നാലുണ്ടാവും. വിലക്കയറ്റം ഭീമമായിട്ടുള്ള തോതിലുണ്ടാവും. ഉൽപ്പാദന മേഖലകളുടെ ഉൽപ്പാദനം കുറയും. ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ കർഷകർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് പട്ടാളം. അതിർത്തിയുടെ അടുത്തുള്ള എല്ലാ പാടങ്ങളും ഉടനെ കൊയ്ത് തീർക്കണം എന്ന് പറഞ്ഞിരിക്കുക. വിളവ് വിളഞ്ഞു കിടക്കുകയാണ്. 2 ദിവസങ്ങൾക്കുള്ളിൽ അത് ആ വിളവ് കൊയ്തെടുത്തില്ലെങ്കിൽ അത് മുഴുവൻ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ബോംബ് വീഴും എന്ന് അവരോട് പറയുകയാണ്. നിങ്ങൾ അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് പരമാവധി പരിശ്രമിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ യുദ്ധം അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും ഈ കൃഷിയിടങ്ങളിലൊന്നും കൃഷി നടത്താൻ പറ്റില്ല. ഉൽപ്പാദനം കുറയും. അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും അത് പിടിച്ചുലക്കുകയും തകർക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് വലിയ വലിയ മനുഷ്യർ, ബർട്രാൻഡ് റസ്സലിനെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ യുദ്ധത്തിനെതിരെ സംസാരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. യുദ്ധം ആരെയും നശിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ട് എപ്പോഴും അങ്ങനെയായിരിക്കും. പക്ഷേ നമ്മളെ കയറിയ ആളുകൾ ആക്രമിച്ചാൽ നമുക്ക് വെറുതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത്. എത്രമാത്രം പിന്നോട്ട് മാറിയാലും അവസാനം യുദ്ധം ചെയ്ത് പറ്റൂ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ്. കാരണം അടിക്കും എന്ന് ഉറപ്പ് ഉണ്ടെങ്കിൽ നമ്മളെ കയറി അടിക്കാൻ മറ്റൊരാൾ വരില്ല. അതിനാണ് ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും കോടിക്കണക്കിന് രൂപയാണ് ബഡ്ജറ്റ് ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നത്. അങ്ങനെ മാറ്റിവെക്കുന്ന രാഷ്ട്രങ്ങൾക്ക് മാത്രമേ ശക്തമായിട്ട് നിൽക്കാനും കഴിയുന്നുള്ളൂ എന്നുള്ള വസ്തുതയും നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ ഇത് യുദ്ധത്തിൽ കലാശിക്കുമെന്നാണ് എല്ലാവർക്കും തോന്നുന്നതാണ്. കാരണം പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് കുറേശ്ശെ ഉപദ്രവിച്ച് അതിൻ്റെ പരിധി ലംഘിച്ച് കഴിഞ്ഞിരിക്കുക. ഒരു സംശയം, പാക് ഒക്കുപൈഡ് കാശ്മീർ എന്ന് പറഞ്ഞാൽ ഈ മേഖല പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പറയുന്ന പാകിസ്ഥാനെ നുഴഞ്ഞുകയറ്റി ഒരു പരിധി വരെ നമുക്ക് തീർക്കാൻ പറ്റില്ലേ? എന്ന് വെച്ചാൽ ഒരു ബഫർ സോണായിട്ട് കണ്ടിട്ട് അതുവഴിയാണ് ഈ ഭീകരർ നുഴഞ്ഞു കയറുന്നതും അവിടെ ഒളിച്ചിരുന്നുള്ള ഒരു അറ്റാക്ക് നടത്തുന്നത്. ഇപ്പം നമ്മൾ ഇസ്ലാമാബാദിനെ ലാഹോറിനെ പോലുള്ള പ്രധാന നഗരങ്ങളെ ആക്രമിച്ചാൽ ഇപ്പം പാകിസ്ഥാൻ വേണമെങ്കിൽ ആണവായുധം ഉപയോഗിക്കാൻ പറയും. അല്ലാതെ ചെറിയൊരു ആക്രമണത്തിന് വേണ്ടിയിട്ട് ആണവായുധം ഉപയോഗിക്കുന്നവർ നമ്മളെ ഭീഷണിപ്പെടുത്തിയാൽ ഈ ആണവായുധത്തിൻ്റെ സംഹാരം എത്രത്തോളം വലുതാണെന്ന് ഹിരോഷിമയും നാഗസാക്കി നമ്മളെ പഠിപ്പിച്ചതല്ലേ? ഇനിയും അത്ര വേണോ? ലോകം ഉറ്റുനോക്കുകയല്ലേ അതൊക്കെ? അല്ല, ലോകം അങ്ങനെ ഉറ്റുനോക്കുന്നുണ്ടെങ്കിലും ലോകത്തിൻ്റെ പരീക്ഷണങ്ങൾ ഒരിക്കലും ആരും അവസാനിപ്പിച്ചിട്ടില്ല. നൈട്രൈൻ ബോംബ്, ഹൈഡ്രജൻ ബോംബ് ഇതൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായ പരീക്ഷണങ്ങൾ നടത്തുകയും ചൈന ഇപ്പോൾ ഹൈഡ്രജൻ ബോംബിൻ്റെ കാര്യത്തിൽ വിജയിച്ചു എന്ന് പറയുന്ന വാർത്ത പുറത്തു വരുന്നുണ്ടല്ലേ? അതെ. ഈ ഹൈഡ്രജൻ ബോംബ്, നൈട്രൈൻ ബോംബിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഈ കെട്ടിടങ്ങളും അതേപോലെ ഭൗതിക വസ്തുക്കളൊന്നും നശിപ്പിക്കില്ല. ജീവനുള്ള എല്ലാ സാധനങ്ങളെയും നശിപ്പിക്കലേ. കാരണം അതിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടുള്ള റേഡിയേഷൻസും അതേപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന പ്രത്യേക തരത്തിലുള്ളതായിട്ടുള്ള തരംഗങ്ങളുമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഹൃദയത്തെയും അതേപോലെ തന്നെ ജീവജാലങ്ങളുടെ ജൈവാവസ്ഥയും തകർത്ത് കളയുന്ന ഈ ആയുധത്തിൻ്റെ ഒരു പ്രത്യേകത അതായിട്ടാണ്. വെച്ചാൽ മനുഷ്യവിരുദ്ധം മാത്രമാണത്. കെട്ടിടങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അതിനകത്തുള്ള മനുഷ്യർക്ക് ഇങ്ങനെ വെറുതെ മരിച്ചിരിക്കും. അങ്ങനത്തെ പരീക്ഷണം നടത്തുന്ന ലോകമാണ് നമ്മളുടേത്. അങ്ങനെ പരീക്ഷണം നടത്തി മനുഷ്യനെ മാത്രം കൊല്ലുന്നതിന് ഉള്ള ആയുധങ്ങൾ കണ്ടെത്താനായിട്ടുള്ള പരിശ്രമങ്ങൾ പല സ്ഥലങ്ങളും നടക്കുന്നതാണ്. മനുഷ്യർ ഒരിക്കലും പഠിക്കുന്നില്ല എന്നാണ്.
നാഗസാക്കിയും ഹിരോഷിമയും മാത്രം മതി ഇല്ല മനുഷ്യന് പഠിക്കാനായിട്ട്. പക്ഷേ അവൻ പഠിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പോഴും പഠിക്കില്ല. കാരണം അതിനേക്കാൾ മാരകമായിട്ടുള്ള ആയുധങ്ങൾ വീണ്ടും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ പ്രയോഗം എന്ന് പറയുന്നത് ചില പ്രത്യേക മുഹൂർത്തങ്ങളിൽ മാത്രമേ സാധ്യമാകുന്നുള്ളൂ, അല്ലെങ്കിൽ ആ സമയത്ത് മാത്രമേ പ്രയോഗിക്കപ്പെടാം. അതാണ് നേരത്തെ സൂചിപ്പിച്ച ഈ കറാച്ചി പോലെയുള്ള സ്ഥലങ്ങൾ നമ്മളെ ഇന്ത്യ ആക്രമിച്ചാൽ അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർ ചിലപ്പോൾ ഈ ആറ്റം ബോംബ് ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ച് ഇന്ത്യക്ക് നേരെ അവർ ആറ്റം ബോംബ് പ്രയോഗിച്ച് നമ്മളെന്ത് ചെയ്യണം? നമ്മൾ വെറുതെ ഇരിക്കില്ല. നമ്മളുടെ കയ്യിലുള്ള ആറ്റം ബോംബുകൾ അവർക്കെതിരെ ഉപയോഗിക്കും. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു പൊട്ട് പോലും ആയിട്ട് ഭൂപടത്തിൽ ഉണ്ടാവില്ല, തീർന്നു പോകും. ഇന്ത്യയുടെ പല ഭാഗങ്ങളും ചിലപ്പോൾ അതുപോലെ തന്നെ തീർന്നു പോയേക്കാം. അതാരും ആഗ്രഹിക്കുന്നില്ല. കാരണം പാകിസ്ഥാനിലെ ഭരണാധികാരി, പട്ടാള മേധാവി, അയാൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും. ആ ആഗ്രഹം നിലനിൽക്കുന്നിടത്തോളം കാലം ഇതേപോലെ മാരകമായൊരു യുദ്ധത്തിലേക്ക് പോകാനായിട്ട് ഇവരാരും ശ്രമിക്കുകയില്ല. യുക്രൈൻ്റെയും റഷ്യയുടെയും കാര്യം അതിന് 5000 പേരൊക്കെ ദിവസം മരിക്കുന്നുണ്ടാവും, മരിച്ചോട്ടെ എന്നവർ വിചാരിക്കുന്നുണ്ടാവും. അതല്ലാതെ ഈ ഭരണാധികാരിയുടെയും അതേപോലെ പട്ടാള മേധാവികളുടെയും ഒന്നും ജീവൻ അതിൽ നിന്നൂടെ നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധാരണക്കാരായ ആളുകൾ 5000 എന്നാണ് പോകുന്നത്. 5000 പേര് അങ്ങ് മരിച്ചോട്ട്, ഉറുമ്പുകൾ ചത്തുപോകുന്നത് പോലുള്ള പ്രാധാന്യം പോലും അവർ ഈ മരണങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യുദ്ധ സവിശേഷതയാണ്. യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മാനസികാവസ്ഥകളും അങ്ങനെ തന്നെ മാറും എന്നുള്ളതാണ്. ഒരിക്കലും അതിനെ അനുവദിക്കാൻ പാടില്ല. ഒരു ജീവൻ പോലും പൊലിയാൻ പാടില്ല എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്കുണ്ടാവണം. ഒപ്പം വളരെ പൈശാചികമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ശത്രു അവൻ്റെ എത്ര ജീവനായി കഴിഞ്ഞാലും എടുത്തു കളയണം എന്ന് പറയുന്ന ഒരു ഉറപ്പും ദൃഢതയും ഉണ്ടാകണം. ഇത് ഇന്നത്തെ കാലത്ത് ആവശ്യമാണ്. എങ്കിൽ മാത്രമാണ് നമ്മളെ കയറി ആരും അടിക്കാതിരിക്കുകയുള്ളൂ. നമുക്ക് ഉദ്ദേശിക്കുന്നത്രേ ഉള്ളൂ. ഈ സെൽഫ് ഡിഫെൻസാണത് ശരിക്കും പറഞ്ഞത്. പാകിസ്ഥാൻ തന്നെ ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് നേരെ 100 കണക്കിന് അണുവായുധങ്ങൾ ഞങ്ങൾ പ്രയോഗിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ സെൽഫ് ഡിഫെൻസ് മെക്കാനിസം മാത്രമാണ്. അവനെ കയറി അടിക്കരുത് അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവസാനം നിങ്ങൾക്ക് നേരെ അണുബോംബിടും എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അത് അങ്ങനത്തെ ഒരു സംവിധാനം മാത്രമാണ്. പക്ഷെ പ്രശ്നം ഇപ്പോഴും ഇത് തന്നെയാണ്. ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലാരാണ് യഥാർത്ഥമുള്ള കുറ്റവാളികൾ. പാകിസ്ഥാൻ്റെ കൈകൾ തന്നെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് ബോധ്യം വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും അവൻ്റെ എന്താണ് തലക്കടിക്കും. കറാച്ചിയിൽ അതിൻ്റെ അപ്പുറത്ത് കയറി ചിലപ്പോൾ അടിച്ചെന്നിരിക്കും. അതൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം കൃത്യമായിട്ട് പിന്നെ മാത്രമല്ല ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിൽ നമ്മുടെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന് വലിയ പങ്ക് ഇതിനകത്തുണ്ടാകും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ POKയുടെ കാര്യം പറഞ്ഞല്ലോ, അത് നമുക്ക് അടിച്ചു തകർത്താൽ പോരെന്ന് ചോദിക്കും. അവിടെ ഉള്ള എന്താണ് പ്രശ്നം? എന്താണ് അവിടെയുള്ള പ്രശ്നം? അവരെന്ത് ചെയ്ത് ആ സ്ഥലത്തിൻ്റെ ഒരു നല്ല ഭാഗം ചൈനയ്ക്ക് ലീസിന് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ അവിടെ കയറി ആക്രമിക്കാമെന്ന് പറഞ്ഞാൽ ചൈനയെ ആക്രമിക്കുന്നതിന് തുല്യമായി തരും. എന്നുവെച്ചാൽ ഒരാവശ്യമില്ലാതെ നമ്മൾ വേറൊരു ശത്രുവിനെ സൃഷ്ടിച്ചെടുക്കും. വിളിച്ചു വരുത്തണം, നീ ഞങ്ങളുടെ നേരെ. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചേ ചെയ്യുള്ളൂ. ഈ POKയിൽ തന്നെ നമ്മൾ കയറുമ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിലിപ്പിരിക്കുന്ന പ്രദേശങ്ങളിലേക്ക് കയറാനുള്ള സാധ്യതയെ കൂടുതലുള്ളൂ. കാരണം ചൈനയായിട്ട് ആ സമയത്ത് ഒരു റിഫ്റ്റ് ഉണ്ടാക്കൽ യുദ്ധതന്ത്രത്തിൽ നല്ലതല്ല. കാരണം ഒരു ശത്രുവിനെ നേരിടുന്നതിന് പകരം ഒരേ സമയത്ത് 2 ശത്രുവിനെ നേരിടേണ്ട കാര്യമില്ല. അപ്പോൾ യുദ്ധം പാകിസ്ഥാനെതിരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നടത്താനായിരിക്കും ഇന്ത്യ താല്പര്യം കാണിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.